യോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. അപ്പോൾ ഇത് നമ്മളിന്ന് ഈ ഫുട്ബോളാണ് കളിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ ചാനൽ എന്തായാലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പെസ്സാണ് കളിക്കാൻ പോണത്. നമുക്ക് വേണമെങ്കിൽ കുറേ ഗെയിം ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു പെസ്സിൻ്റെ ഒരു കണ്ടൻറ്റായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെനാൽറ്റി അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആരെങ്കിലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ കാണണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ കയറാൻ നോക്കാം. ഓക്കെ, കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ചാനലിൽ. എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോണ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ഫുള്ള് യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടൊരു മാച്ച് കളിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് നമ്മളൊരു സ്ക്വാഡ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പ്ലെയേഴ്സിന് ഇടാൻ തുടങ്ങാം. അപ്പോൾ ഇതാണ് ഫോർമേഷൻ 4-1-2-3 ആണ്. അപ്പോൾ നമുക്കെന്തായാലും അപ്പോൾ ഗോളിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ യങ്ങായിട്ടുള്ള ഗോളി, യങ്സ്റ്റേഴ്സായിട്ട് ഗോളിയാണ് കേട്ടോ. അപ്പോൾ ഗോളീനെ നമുക്ക് നോക്കി വെക്കാം. ഏറ്റവും യങ്ങായിട്ടുള്ള ഗോളി സ്മൈക്കളും ഒലിവർക്കാനൊക്കെ അറിയാമല്ലോ, ഏജ്ഡാണ്. നമുക്ക് റേയുടെ ഏജ് നോക്കട്ടെ. ഓക്കെ, നോക്കി വെക്കാം. ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ട് പറയട്ടെ കേസ്, ഏറ്റവും യങ്ങായിട്ടുള്ള ആരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ഗോൾ കീപ്പർ. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും യങ്ങായിട്ടുള്ള ഗോൾ കീപ്പറാണ് കേസ്. അത് നമ്മുടെ കാർണസെക്കിയാണ്. ഓക്കെ, 25 വയസ്സുള്ള ആൾക്ക് മാർക്കോ കാർണസെക്കിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗോൾ കീപ്പറാണ്. 1-2 കളി കളിപ്പിച്ചിട്ടുണ്ട്. എത്ര കളി കളിപ്പിച്ചിട്ടുണ്ട്? ഓക്കെ, 4 കളി കളിപ്പിച്ചിട്ടുണ്ട്. മോശമില്ലാത്ത ഗോൾ കീപ്പറാട്ടോ. സ്റ്റാറ്റ്സും ഒരു മോശമൊന്നുമില്ല. ഓക്കെ, പിന്നെ പ്ലെയർ ഓഫ് വീക്ക് ആണല്ലോ. അപ്പോൾ എൻ്റെ സ്കോഡിലുള്ളതിൽ വെച്ച് ഏറ്റവും യങ്ങായിട്ടുള്ള ഇതാണ് ഗീസ്. യങ്ങായിട്ടുള്ളൊരു ഗോളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും റൈറ്റ് ബാക്കിനെയും ലെഫ്റ്റ് ബാക്കിനെയും യങ്ങായിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുണ്ട്. റൈറ്റ് ബാക്കിലേക്ക് നമുക്ക് എംബ്രീനെ പിടിച്ചിടാം. 101 വരെ പോകുന്നത്. ആക്ച്വലി സെൻട്രൽ മിഡ്ഫീൽഡറാണ്, പക്ഷേ ഈ കാർഡ് റൈറ്റ് ബാക്ക് ആട്ടോ. അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ഉണ്ട്. 19 വയസ്സുള്ളൂ, അറിയാലോ, 19 വയസ്സുള്ളൂ. ലെഫ്റ്റ് ബാക്കിൽ ന്യൂനോ മെൻഡസിനായിട്ട് ഇടുന്നത്. കറൻ്റ്ലി ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ഇൻ ദ വേൾഡ്. ന്യൂനോ മെൻഡസും പിന്നെ കെരീറാസും സെയിം ഏജ് ആട്ടോ, 22. ഓക്കെ, നമുക്ക് എന്തായാലും വിങ് ബാക്ക് സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് സെൻറ്റർ ബാക്കിലോട്ട് പോകാം. സെൻറ്റർ ബാക്കിൽ യങ്ങായിട്ടുള്ളത് നമ്മുടെ ഇവനുണ്ട്, നമ്മുടെ ഡീൻ ഹൂയിസൺ ഉണ്ട്. 20 വയസ്സായിട്ടില്ലേ. ഓക്കെ, പക്ഷെ ഇതിനേക്കാളും യങ്ങായിട്ടുള്ളൊരു കാർഡ് എൻ്റെ ഉണ്ട്. കണ്ടോ, ഈ ഒരു കാർഡ് 19 വയസ്സ് പ്രായമുള്ള കാർഡാണ് കേട്ടോ. ഫ്രീ ട്രൈ കിട്ടിയതാണ് കേട്ടോ. 19 വയസ്സുള്ള കാർഡ്. അപ്പോൾ അതൊന്നും സെറ്റാണ്. പിന്നെ ആരും നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സെൻറ്റർ ബാക്കിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ജോസ്കോ ഗുവാർഡിയോളാണ്. 22 വയസ്സുള്ളത്. പിന്നെ എനിക്ക് ഈ ഹൂയിസനേക്കാളും ബെറ്ററായിട്ട് തോന്നുന്നത് ഈ ഹൂയിസനാണ് കേട്ടോ. കാരണം ഇത് കിഡിലെ ഹൂയിസനാണ്. ഞാൻ അത്യാവശ്യം കളി കളിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, 434 മാച്ചിന് എത്ര ഗോള്? 53 ഗോളും 76 അസിസ്റ്റും. പക്ഷെ എനിക്കിതിനേക്കാളും ഇഷ്ടം ഇതാണ് കേട്ടോ, ഈ ഹൂയിസനാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഹൂയിസനാണ്. കാരണം നമ്മുടെ കളക്റ്റീവ് സ്ട്രെങ്ത്ത് കൂടുമല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് എന്തായാലും ഡിഫൻസീവ് മിഡ്ഫീൽഡർ കിടക്കാം. അപ്പോൾ സെൻട്രൽ ഡിഫൻസീവ് കിടക്കാം. അപ്പോൾ ടൈം എടുക്കും കേട്ടോ കുറേ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അയാളാണെങ്കിൽ ലിങ്കപ്പിനെ യൂസ് ചെയ്യാൻ പറ്റും. ആരാന്നല്ലേ, നമ്മുടെ ആർദ ഗുളറാട്ടോ. നമ്മുടെ എൽഷയ്ക്കെതിരെ ഒരു ഗോൾ അടിച്ചില്ലേ, സ്വന്തം ഹാഫിൽ നിന്ന് ഒരു ഗോൾ അടിച്ചില്ലേ, ഒരു റോക്കറ്റ് കണക്കുന്ന സാധനം. അതാണ് ആ പ്ലെയർ ഓഫ് ദി കാർഡാണ്. 20 വയസ്സ് മാത്രമാണ് പ്രായമുള്ളൂ. ഒറ്റ കളിയാണ് കളിപ്പിച്ചിട്ടുള്ളൂ, ഗോളൊന്നും അടിച്ചിട്ടില്ല. ഓക്കെ, ലിങ്കപ്പിന് എന്തായാലും യൂസ് ആവും. ആർദ ഗുളറാണ് നമ്മൾ ഡിഫൻസീവിൽ യങ്ങായിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ഉള്ളതിൽ വെച്ച്. ഓക്കെ, ഇപ്പോൾ അടുത്ത് എന്തായാലും നമുക്ക് നമ്മുടെ അടുത്താളെ നോക്കാം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. 20 വയസ്സുള്ള സാവിനോയാട്ടോ നമുക്ക് കിട്ടിയതാണ്. 20 വയസ്സുള്ള സാവിനോയും അതേപോലെ ഈ ചെർക്കിയും ഉണ്ട് അങ്ങോട്ട്. നമ്മൾ ചെർക്കിക്ക് 22 വയസ്സ്. നിക്കോപാസ് ഉണ്ട് കേസ്, പക്ഷേ അത് സെറ്റല്ല എനിക്ക്, അതുകൊണ്ടാണ് ഇടാത്തത്. ഓക്കെ, ഇനി റൈറ്റ് വിങ്ങിലേക്ക് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റും. ആരാന്ന് വെച്ചാൽ വേറെ ആരല്ലല്ലോ, നമ്മുടെ ചെക്കൻ ഇവിടെ അതായിരിക്കും, നമ്മുടെ യമാൽ. ഡൗട്ടില്ല, ഷുവറാണ്. കളിപ്പിച്ചിട്ടില്ല കേട്ടോ, ഒറ്റ കളി കളിപ്പിച്ചിട്ടില്ല. കണ്ടോ, ഒറ്റ കളി കളിപ്പിച്ചിട്ടില്ല. സ്റ്റാറ്റ്സ് പോലും നോക്കിയിട്ടില്ല. സ്റ്റാറ്റ്സ് നോക്കട്ടെ. ഡ്രിബ്ലിംഗ് ഉണ്ട്, റൈറ്റ് ഫിനിഷിംഗ് ഉണ്ട്, സ്പീഡ് ആക്സിലറേഷനൊക്കെ ഉണ്ട്. മാസെല്ലാം ഒക്കെ ഉണ്ട്, സെറ്റാണ്.
ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലേക്ക് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് വിങ്ങും ലെഫ്റ്റ് മിഡും ലെഫ്റ്റ് വിങ്ങും ഇതുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ ഇതല്ല. വിനിക്ക് എത്ര വയസ്സുണ്ടാവോ? സോ ഗൈസ്, ലെഫ്റ്റ് വിങ്ങിന് എനിക്ക് അത്യാവശ്യം യങ്ങായിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് വിനീഷ്യസ് ജൂനിയർ, റാഫീനിയ, ഡോക്കു, ബാർക്കോള. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡോക്കു ആണ് നോക്കിയപ്പോൾ ഏറ്റവും ഇത് കുറവ്, ഏജ് കുറവ്. പക്ഷെ ഞാൻ തൽക്കാലത്തേക്ക് സബിലിടാം ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെയാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ബെല്ലിംഗ്ഹാമോടുള്ള കാര്യം ശ്രദ്ധിച്ചത്. സോ ബെല്ലിംഗ്ഹാമിനെ നമുക്ക് ഫസ്റ്റിലിടാം. പിന്നെ ഗൈസ്, ഈ ഒരു ബെല്ലിംഗ്ഹാം ഉണ്ടല്ലോ, ഈ സാധനമാണ് കിഡിലൻ കാർഡാണ്. സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കാർഡ് എന്ന് പറഞ്ഞാൽ വിഷയം കാർഡാണ്. ഞാൻ ഒരിടത്തിൻ്റെ മെയിൻ സ്കോഡിൽ ഫസ്റ്റ് ലെവലിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കാർഡാണ്. കിഡിലൻ കാർഡാണ്. ഇതുള്ളവർ ജസ്റ്റ് ഒരു 2 കളിയെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. കിഡിലൻ കാർഡാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, നമുക്ക് എന്തായാലും നീനിടാം ഗൈസ്. ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ നീനിടാം. സബ്ബിൽ നമുക്ക് വേണമെങ്കിൽ ബാർക്കോളേന് ഇടാം. 22 വയസ്സാണ് ബാർക്കോളക്ക്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിന് മാറ്റാം. എന്തായാലും അവരെ നടക്കില്ല. റാഫിനെ ഇരിക്കട്ടെ സുഹൃത്തിന്. ക്വാററ്റ്സ്കേലിക്ക് എത്ര വയസ്സ്? 23 വയസ്സ്. ക്വാററ്റ്സ്കേലിനെ ഇറക്കണം എന്ത് കേസ്. പക്ഷേ ഇനിയിപ്പോൾ തൽക്കാലം ഫസ്റ്റിനെ കളിക്കട്ടെ. ഇപ്പോൾ നമുക്ക് CF നോക്കാം. അതുകൊണ്ട് എംബാപ്പയുടെ വയസ്സ് എത്ര? 25 കണ്ടല്ലേ. ഓക്കെ, 26. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. സെൻട്രിക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. സെൻട്രിക്ക് നമുക്ക് നോക്കി നോക്കാം. CF ഇതൊന്നുമല്ല. അപ്പോൾ ഇയാളത് പല്ലിന് എത്ര വയസ്സുണ്ട്? സോ ഗൈസ്, ഡൗട്ടൊന്നും വേണ്ട. എൻട്രിക്ക്. പക്ഷെ എൻട്രിക്ക് ഗോൾ പോച്ചറല്ല, അതുകൊണ്ടൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ കളിച്ചോളൂ. ഗോൾ പോച്ചറല്ലല്ലോ. അല്ല കേട്ടോ, അല്ല ഗൈസ്, ഗോൾ പോച്ചറല്ല. എന്തായാലും ആവട്ടെ, ഇത് മതി. സോ നമുക്ക് എന്തായാലും ഇൻഡിവിജ്വൽസ് ഒന്ന് കൊടുത്തു നോക്കാം. ഈ ബെല്ലിംഗ്ഹാമിൻ്റെ റണ്ണെന്നൊക്കെ പറഞ്ഞ വിഷയം റണ്ണാണ് ഗൈസ്. റണ്ണെന്ന് പറഞ്ഞാൽ ഒരു തീപ്പാറ് റണ്ണാണ്. കൗണ്ടർ ടാർഗറ്റ് കൊടുത്തേക്കാം. എന്തായാലും വെച്ചാൽ ആങ്കറിങ് കൊടുത്തേക്കാം. ഓക്കെ, സെറ്റല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അവസാനത്തെ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് ലുക്ക്. ഗോൾ കീപ്പറിൽ കാർണസക്കി, റൈറ്റ് ബാക്ക് എമറി, ലെഫ്റ്റ് ബാക്ക് നമ്മുടെ ന്യൂനോ മെൻഡീസ്, സെൻട്രൽ ബാക്ക് നമ്മുടെ ജോസ് ഗാർഡിയർ, പിന്നെ അടുത്ത സെൻട്രൽ ബാക്ക് ഹുയിസൺ, ഡിഫൻസ് മിഡ്ഫീൽഡർ അർദ്ധ ഗോളർ 20 വയസ്സ്, പിന്നെ സാവീനോ ഉണ്ട്, ബെല്ലിംഗ്ഹാം, വിനീഷ്യസ്, യമാല്, എൻട്രിക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മാച്ച് കളിച്ച് നോക്കാം. മാച്ചാണ് കളിച്ച് കളിക്കുന്നത്. മാച്ചാണ്. നമുക്ക് 2 മാച്ച് കളിച്ച് നോക്കാം. മാച്ചാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം ഡിവിഷൻ ലീഗൊക്കെ പൊട്ടയാണ്. ഡിവിഷൻ 2ലാണ് ഇപ്പോൾ നിൽക്കണത്. പക്ഷേ ടീം വെച്ച് തോറ്റ് കഴിഞ്ഞാലേ ഇനിയിപ്പോൾ ഇനി വീണ്ടും ഇത് കളിക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാൻ ഡിവിഷനിൽ കളിക്കുക. നമുക്ക് അതിൽ മാച്ച് മതി. അതുകൊണ്ട് കളിപ്പിച്ച് നോക്കാനാണ്. ഇപ്പോൾ തന്നെ 8-10 മിനിറ്റ് ആയി വീഡിയോ. കുഴപ്പമില്ല, ഇതെടുക്കാം. അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവില്ല. വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കളിച്ചു തുടങ്ങാനല്ലേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ഇപ്പോൾ ടീം നെപ്പോളിയാണ് ഗൈസ്. നെപ്പോളി. ഓക്കെ, ഇപ്പോൾ നെപ്പോളിയായിട്ടാണ് നമ്മുടെ ടീം. ഓക്കെ, എന്ത് ജയിക്കാൻ പറ്റും, അത് വേറെ കേസ്. എന്നാലും ഒരു ഇത് വേണ്ടേ. യങ്സ്റ്റേഴ്സിനെ വെച്ച് നമുക്ക് കളിച്ച് നോക്കാം. ഇതിനകത്ത് കുറേ പേരെ യൂസ് ചെയ്യാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യന്മാരെ യൂസ് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാവരും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തിനൊക്കെ 4-5 കളി കളിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ കളി കളിപ്പിച്ചുള്ളൂ 4 ഗോൾ സ്കോറും ചെയ്താൽ. ഒരു കളി 4 ഗോളൊക്കെ എടുത്തിട്ട്. ഓക്കെ, കുഴപ്പമില്ലാണ്ട് മുസ്യാലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇത്. തൽക്കാലം കളിക്കാം. ക്വാററ്റ്സ്കേലിയ എങ്ങനെയാണ്? ഓക്കെ, കളിക്കല്ലേ. ഇപ്പോൾ ഫസ്റ്റ് മാച്ചായിട്ട് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് മാച്ചായിട്ട് ഇത് നമ്മുടെ വീഡിയോയിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ കളി തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ മേലെ അറ്റാക്കിങ്ങിലേക്ക് ഇട്ടേക്കാം. ഞാൻ എപ്പോഴും മറ്റേ മാച്ചിലേക്ക് പിന്നെ എപ്പോഴും അറ്റാക്കിങ്ങിലേക്ക് ഇടും ഗൈസ്. പിന്നെ എനിക്ക് ലാഗ് ഉണ്ട്, കാരണം റെക്കോർഡ് ചെയ്യുമ്പോഴേ ലാഗ് കിട്ടും. അതെന്താണെന്ന് ആലോചിക്കണം. ഓക്കെ, ഇപ്പോൾ വിനീഷ്യസ് ഈസി. അതൊക്കെ മാച്ച് ഈസിയാണ് ഗൈസ്. ഇത് വല്ല പാടാണ് ഗൈസ്. ഈ ഡിഫിക്കൽട്ട് കൂട്ടിയിടായിരുന്നു.
യമാലിൻ്റെ പെർഫോമൻസ് പിന്നെ നോക്കണം എന്നുണ്ട്. ഓക്കെ, എൻട്രിക്ക് സെലിബ്രേഷൻ ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഇരുന്ന കേട്ടോ, അല്ലാണ്ട് നമ്മൾ ഡിവിഷൻ ലീഗിലും നമ്മൾ എടുത്തില്ല, വെറുതെ ചുമ്മാ. ഓക്കെ, ഇവേര ഗോട്രസ് എടാ ടുമ്മനെ കിട്ടിയിട്ടോ, പിടിച്ചോ പോകോ, ചെല്ല്. ഓഹ്, രക്ഷപ്പെട്ടു. നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് കളയൂട്ടോ ഗൈസ്. നമ്മൾ മാച്ച് ഫുള്ളും കാണിക്കാൻ തന്നെ ഇപ്പം തന്നെ ഒടുക്കത്തിൽ ലെങ്ത്താണ് വീഡിയോയിൽ. സോ ഗാഡികളൊക്കെ എന്താ ഇവിടെ? ഈസി ഓക്കെ. അപ്പോൾ 3-0 ഉണ്ട്. സോ കുഴപ്പമില്ലാണ്ട് നമ്മുടെ യങ്സ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് കേട്ടോ. എടാ എന്തൊക്കെയാ കാട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഡിബ്രൂനെയാണ് ഗൈസ്. ഡിബ്രൂനെയൊക്കെ സിറ്റി ആയിട്ട് പോയതുകൊണ്ട് വിഷമമുണ്ട്. കുഴപ്പമില്ല, ചെല്ല്. എടാ എന്തെന്ന് കാട്ടണേ. ഓഹ്, കാർസക്കി താങ്ക്സ് മൊത്തം. ചെല്ല് വാങ്ങിച്ചു കൂട്ട്. ഓഹ്, രക്ഷപ്പെട്ടു പോയി, ഇല്ലെങ്കിൽ ഇപ്പോൾ പണി പാളിയ. ഓക്കെ, കാർണസക്കി. ഓക്കെ, എൻട്രിക്ക് ഹെഡ് ചെയ്യാൻ തോന്നല്ല. ഓ ചെയ്താ എങ്ങനെ? ഓക്കെ നൈസ്. റോക്കറ്റ് ഇതാണ് നൈസ്. ബെല്ലിംഗാം സീനാണ് കേട്ടോ ഈ ബെല്ലിംഗാം. ഞാൻ പറഞ്ഞില്ലേ, റണ്ണൊക്കെ പറഞ്ഞാൽ ഗുള്ളിറ്റ് പോലും തോറ്റു ഈ റണ്ണിന് മുമ്പിൽ. കാരണം അത്ര കിഡിലെ റണ്ണാണ് കേട്ടോ. ഗുള്ളിറ്റല്ല, മറ്റേ എന്താണ്, ബെല്ലിംഗാമാണ് ഗുള്ളിറ്റേക്കാളും ബെറ്റർ എന്ന് അങ്ങനെയല്ല പറയണത്. പക്ഷെ റണ്ണിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് പോയി. ഓക്കെ, ഗാഡിയോൾ എന്തിനാണ് സ്ട്രൈക്കറാട്ടിയ അടിച്ച്. കേസ് അപ്പോൾ എന്തായാലും സെറ്റപ്പാണ്. ഇപ്പോൾ ടീം കളിക്കുന്നുണ്ട്. ഓക്കെ, വിനി മോനെ വിനി. ചേട്ടാ ഓവർ സ്കില്ലിടാൻ പോയതാണ് ഗൈസ്, അതാണ് പറ്റിയത്. ഓക്കെ, റോക്കറ്റ് അടിക്കാണ്ട് നോക്കിയാലോ. റിയൽ ലൈഫിൽ അടിച്ചില്ല ഗൈസ്. കിക്കിംഗ് പവർ മറ്റേ ഗുള്ളറിൻ്റെ 98 ഗൈസ് കിക്കിംഗ് പവർ. അതുകൊണ്ട് സെറ്റാണ് സംഭവം. യമാനോട് ഗോൾ അടിപ്പിക്കണമെന്നുണ്ട് ഗൈസ്. ഒരു ബ്ലിറ്റ്സ് സാധനം ശരിയായില്ല. ഓക്കെ, സോ ഫസ്റ്റ് ഹാഫ് തയ്യാറായിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. എടാ ഷിറ്റ്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് തീർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ 5-1 ലീഡ് ഉണ്ട് നെപ്പോളിക്കെതിരെ. അതായത് സെറ്റാണ്. ഇപ്പോൾ കുറച്ച് ഇറക്കി വെക്കാം. പിന്നെ റാഫീന 28 വയസ്സുണ്ട്, അതാണ്. നമുക്ക് ചെറുക്കീനെ ഇറക്കാം കേട്ടോ. സാവീനൊന്ന് കളിക്കുന്നുണ്ടെന്ന് പോലും അറിയുള്ളൂ. ഓക്കെ, സെറ്റ്. സാവീനോനൊന്നും ഞാൻ കാണണം കൂടില്ല കേസ്. ഓക്കെ കണ്ട, ഈ ബെല്ലിംഗാം സീനാണ് കേസ്. ചാൻ പൊളിയാണ്. ഇതെന്താണ് ഇത്? ഈ ഗാഡിയോളൊക്കെ എന്താ ഇവിടെ ആരടിച്ചിട്ടുണ്ടായിരുന്ന സെലിബ്രേഷന് മാറ്റമൊന്നുമില്ലല്ലോ. ഇതന്നെ തൊള്ള കുറച്ച് കൂടുതലാണ് കേസ്. അതാണ് ഇച്ചിരി വിഷയം. ചുമ്മാ പിന്നെ തൊള്ള ഉണ്ടെന്നാലും, പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇല്ല. ബെൽ ക്ലാസിക്ക് വന്നാലാണ് ഇപ്പോൾ തൊള്ള തുറക്കാൻ പോകും. ഉണ്ട് ഏപ്രിൽ ജൂണിലാണെന്നുള്ളൂ. പക്ഷേ എടാ വീഴ്ത്തിയിട്ടാടാ പോടാ. കഴിവില്ല കേസ്, കഴിവറിയാണ് കേസ്. ഈ എൻട്രിക്ക് ഡീപ്പ് പ്ലേയിങ് ആയതുകൊണ്ട് നമ്മൾ പാസ്സാമോ സെൻട്രിൽ തന്നെ ടൂർണമെൻ്റ് അവസ്ഥയാണ്. ഈ എൻട്രിക്ക് ഡീപ്പ് പ്ലേയിങ് ആയതുകൊണ്ട് ഒരു വിഷയമാണ് കേസ്. ഓക്കെ, വെല്ലിംഗാം സ്കോർ ചെയ്തിട്ടുണ്ട്. നൈസ്. നമുക്ക് അടുത്ത മാച്ചിൽ ഡിഫിക്കൽട്ടി കുറച്ച് കൂട്ടാം കേസ്. ടോപ്പ് പ്ലെയർ ആക്കിയിടാം. ഓക്കെ, സ്കെയിലേക്ക് ഒരു ചാൻസ് കിട്ടിയാണ്. യമാലടാ കൈസ്. അപ്പോൾ ഗാഡിയോൾ സ്കോർ ചെയ്തിട്ടാ. ഹോയ്സൻ്റെ ലോങ് റേഞ്ചർ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് റീബൗണ്ട് വന്നപ്പോൾ മറ്റേ ഗാഡിയോൾ അടിച്ചിട്ട് കൊള്ളാം ഗൈസ്. പറഞ്ഞ പോലെ നമ്മുടെ ചെറുക്കിക്കും പന്ത് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതെന്താണിത്? സാവിനോനെ മറ്റേ ചെറുക്കിനെ അറിയുമ്പോൾ ഇതെന്തത്? നമുക്ക് ലോങ് റേഞ്ച്
ഏട്ടാ കിക്കുമ്പോറുണ്ട് കേട്ടാ. ഏയ് സാവിനോക്കും പന്ത് കിട്ടില്ല. ഇതിപ്പോൾ ചെറുക്കീനറിയുമ്പോൾ ചെറുക്കീനും പന്ത് കിട്ടില്ല. ഇതെന്ത് തേങ്ങയാണ് നോക്കിയ. ക്രോസ് കളിച്ചു നോക്കുക. മെൻഡേഴ്സ് ടു യമാല. യമാലൊക്കെയാണ് ഈ ഹെഡ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഹെഡ് ചെയ്യാൻ പറ്റി. ഇത് ചെയ്തതാ നേരെ ഗോൾ കീപ്പറിൻ്റെ അണ്ണാക്കിലേക്ക്. ഓഹ് എൻ്റെ പൊന്നു മോനെ. ടാക്കളി എടുക്കെടുക്കെടുക്കെടുക്കെടുക്ക്. ഫേക്ക്. ആ ഡോ ഡോ ഡൂഡ്. ക്രോസിട്ട് കളിച്ചത് പിന്നെ ഇത്രയും ഗോൾ അടിച്ചല്ല, അതിൻ്റെ ഒരു അഹങ്കാരത്തിനാണ്. എൻ്റെ വലിയ ബേസ് കാർഡ് ഗോളിയാണെങ്കിൽ അത്യാവശ്യം കളിക്കണ്ടുള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഓക്കെ കാർഡസൊക്കെ എടുത്ത് കൊള്ളാം. ഈ പഴവടിയാണ്. ഓക്കെ അപ്പോൾ എന്നാലും ഫസ്റ്റ് മാച്ച് ഇവിടെ കഴിഞ്ഞിട്ട് 8-0 നപ്പോളിനെ ഗോളിൽ മുക്കിയിട്ടുണ്ട്. എന്തായാലും എത്ര ഷോട്ടടേ. കൊള്ളാം എന്തായാലും. യെസ് കാരണം അതും കഴിഞ്ഞു. നമുക്ക് ഡിഫിക്കൽട്ടി കുറച്ച് കൂട്ടാം. ടോപ്പ് പ്ലെയർ ആകില്ല കളിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എതിരാളികൾ ആരാന്ന് കാണിച്ചിട്ടേ. ക്രിക്കറ്റ് ഗൈസ് ബാർസലോണയാണ് ഇതിനകത്ത് എതിരാളികൾ. അപ്പുറത്തും ഇപ്പുറത്ത് യമാലുണ്ട്, പക്ഷെ നമ്മുടെ യമാല് സീനാണ്. ബാർസലോണയാണ് ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ ബേസ് കാർഡാണ്, എന്നാലും അറിയാമല്ലോ ടോപ്പ് പ്ലെയർ ആയതുകൊണ്ട് ചെറിയ സീനുണ്ടാവും. ഓക്കെ അതിന് അത്യാവശ്യം നല്ല ഫോമിലാണോ നോക്കി നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് മൈ ഇൻസ്റ്റാഗ്രാം. ഓക്കെ അപ്പോൾ ഇത് ഞാൻ കസ്റ്റം ചെയ്ത സ്റ്റേഡിയം ആട്ടോ ഗൈസ്. ഞാൻ കസ്റ്റം ചെയ്ത സ്റ്റേഡിയത്തിലാണ്. ബാർസലോണയാണ് തോപ്പി ഗൈസ്. ഒന്ന് നോക്കിക്കും. ഓക്കെ ഇതിൽ ഞാൻ ഡബിൾ അറ്റാക്ക് ഇടും ഗൈസ്. എനിക്ക് അതാണ് ഇഷ്ടം. ഓക്കെ പുള്ളർ കേട്ടാ ടച്ച് പോരാ. സാവീനൊന്നും എടുക്കണം കൂടിയില്ല പന്ത്. എടാ യമാല് പോണു. യമാലിനും ന്യൂനോ മെൻഡസും അറിയാലോ നാഷണൽസ് ലീഗിൽ പോക്കറ്റിലിട്ടതാണ് പ്രാവശ്യം യമാലിന് ഗോൾ. എടാ സ്വന്തം ടീമിലെ ഗോളിലെന്ന് വിചാരിച്ച് അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുക്കല്ലേ. റാഫീനെയാണ് പിടിച്ചടാ. റാഫീനെയാണ് പൂട്ടിയടാ. കയറി വാങ്ങിച്ചാനെ. എന്ത് കാട്ടണ ഇത്. ഇപ്പോൾ ഗോളിൽ നമ്മളായിരിക്കും ബാർസലോണ ഇങ്ങനെ പോയി നിൽക്കണത്. എന്തെങ്കിലും കാട്ടണത്. കളിക്കാനും അറിയത്തില്ല എനിക്കല്ല ഡേയ്സ്, എൻ്റെ പ്ലേയേഴ്സിന്. പിടിച്ചടാ പൂട്ടി. എടാ എന്താടാ അവന്മാർ വെറുതെ ഇട്ട് പാസിട്ട് കളിക്കുക. പഴവടി. ഓക്കെ എൻട്രേക്ക്. എന്തത് എൻട്രേക്ക് ഹെഡ് ചെയ്യുന്നുണ്ടല്ലോ. ഒട്ടും പോക്കോലാത്ത ഈ ചെങ്ങനെ എങ്ങനെ ഹെഡ് ചെയ്യണ ആലോചിക്കണം. മക്കളെ നമുക്കിത് നോർമലിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഡിഫൻസ് നന്നായിട്ട് പൊട്ടുണ്ട്. ആണ് വിഷയം. ഓ ഗൈസ് എൻട്രേക്ക് രക്ഷിച്ചു നമ്മളെ. വെല്ലിംഗത്തിന് അസിസ്റ്റ് കേട്ടോ. ഓക്കെ എൻട്രേക്ക് നമ്മളെ സഹായിച്ചു. കൊള്ളാം. യമാലേ അപ്പുറത്തെ വിങ്ങിലെത്തിയില്ലോടാ നീ. കാച്ച് ഈ യമാല പൊട്ടിക്കേ. അത്രേ ഉള്ളൂ. എൻ്റെ ഞാൻ ചെങ്ങായുടെ ആ കാർഡായതുകൊണ്ടേ ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട്. അടിക്കടാ. ഫസ്റ്റ് ഹാഫ് തീർന്നു ഗൈസ്. 1-1 എന്തായാലും കൊള്ളാം. ഡിഫിക്കൽട്ടി കുറച്ച് കൂട്ടിക്കൊണ്ട് സീൻ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് ബാർസലോണയാണല്ലോ. ഓക്കെ എന്തായാലും സെക്കൻഡ് ഹാഫിൽ ജയിക്കുമോ അതൊക്കെ ഒന്ന് അറിയാം ഗൈസ്. ചാൻസ് മുത്തേ ഡിഗേ കൊട്. ഗോളാടാ. പോസ്റ്റിലടിച്ചടാ. സെഡാക്കിയടാ. വെല്ലിംഗാം ഇങ്ങനെ സ്കോർ ചെയ്യടാ. എടാ ഫേക്ക് ഇട്ടതാണടാ.
എന്ത് കഷ്ടമാടാ. കിടില അടിയായിരുന്നു. നിങ്ങളോർക്ക് ഞാൻ എന്തിനാണ് വെറുതെ ഈ ടാക്കിളാണ് ശീലമായിപ്പോയി. എപ്പോഴും ചെയ്താലും ഇടയ്ക്ക് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഈ എപ്പോഴും ചെയ്യണത്. അടിച്ചേ എൻ്റെ പൊന്നെ. അപ്പോൾ നമുക്കൊരു കോർണർ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഷോർട്ട് കോർണറായിട്ട് എടുക്കാം ഗൈസ്. ഇപ്പോഴും നമുക്ക് ഷോർട്ട് കോർണറിന് എടുക്കാം. ഓക്കെ യമാലൊക്കെ നേടാ ഈ ഗൈസ്. ഓക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും യമാൽ എന്തായാലും രക്ഷിച്ചു. അത് ബാർസലോണക്കെതിരെ. ഓക്കെ ഇനിയിപ്പോൾ എന്തിനും സംഭവിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. നമ്മൾ അറ്റാക്കിങ്ങിലേക്ക് ഇട്ടുണ്ട് എന്തായാലും. ഗൈസ് നമ്മൾ അറ്റാക്കിങ്ങിലോട്ടുണ്ട്. ഡിഫൻസ് ഇട്ടൊന്ന് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടോ? സ്വാഗതം സമാധാനമുണ്ട്. കാരണം ഡിഫൻസ് അപ്പോൾ അവരത്ര ഇതാക്കില്ലല്ലോ. ജെറാർഡ് മാർട്ടിൻ എൻ്റെ പൊന്നെ തേങ്ങ ഡാലിയ എന്തിട്ടത്. എൻ്റെ പൊന്നു എന്ത് കാട്ടിയാലും അവന്മാരെ കാലേട്ടാ. ഇത് ചെയ്താ പോയി. കൃത്യമായിട്ട് ടാക്കിൾ വന്ന് വീണല്ലോ അളിയാ. എന്ത് പാസ്സാണ് കൊടുക്കണേ. നമുക്കൊന്ന് പാസ് കൊടുക്കാനും അറിയാൻ പാടില്ല. അറിയാണ്ട് എൻ്റെ അളി എന്തിലാകട സ്റ്റക്കാണ് ഗെയിംസ്. പോയി. എന്തൊക്കെയാ കാട്ടുണ്ട് എന്തായാലും. എടാ അത് എൻ്റെ പൊന്നെ ഇമാരെന്താ കളിക്കാൻ പറ്റണില്ലല്ലോ. എടുത്തെ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 
അത് ശരി, അതെന്ത് പരിപാടിയത്? ഓക്കെ, എന്തായാലും 2 ജയിച്ചല്ലേ ഗൈസ്. ഓക്കെ, നമ്മളാണ് കൂടുതലും ഷോർട്സൊക്കെ എടുത്തേക്കണത്. എന്തായാലും കൊള്ളാം ഗൈസ്. ഞാൻ എന്തായാലും വന്നിട്ട് വീഡിയോ കുറച്ച് നിർത്താണ്. എന്തായാലും നിങ്ങൾക്ക് എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ സ്ക്വാഡ്. മെയിൻ സ്ക്വാഡ് അല്ല കേട്ടോ, നമ്മുടെ യങ്സ്റ്റേഴ്സ് സ്ക്വാഡ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കാണില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ലവ് യു ഓൾ.